നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹരി എന്തായി പറയുന്നേ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഹരി എങ്ങനെയൊന്നല്ല വിചാരിച്ചത്. നിന്റെ വിചാരങ്ങൾക്കൊപ്പം ജീവിക്കാൻ എന്നെ കിട്ടില്ല ജനനി. മജ്ജയും മാംസവും ചിന്തയും വികാരങ്ങളൊക്കെയുള്ള ഒരു സാധാരണ മനുഷ്യനാ ഞാനും. ഇത്രയും കാലം നീ പറഞ്ഞത് മാത്രം അനുസരിച്ച് ജീവിച്ചവനാ ഞാൻ. ഭാര്യ ഭർത്താവിന്റെ അടിമയാണെന്നുള്ള പഴഞ്ച സിദ്ധാന്തമൊന്നും ഒരിക്കലും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിന്തിക്ക് പോലും ചെയ്തിട്ടില്ല. നിന്റെ വിരൽത്തുമ്പിലെ കളിപ്പാവയാവാനായിരുന്നു എന്നും ഞാൻ കൊതിച്ചത്. നീ പറഞ്ഞതുപോലെ അറിവും പഠിപ്പുള്ള നീ എന്നെ നേർവഴിക്ക് നയിക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എന്റെ വിജയത്തിന് വേണ്ടിയാണ് നിന്റെ ഓരോ ചലനമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. അല്ല, ഒരിക്കലുമല്ല. നീ നിന്റെ വിഡ്ഢിത്തരങ്ങൾക്കൊപ്പം എന്നെ നയിച്ചതേ നാശത്തിലേക്കാ. നീ ഒന്ന് കണ്ണടച്ച ആ നിമിഷം ഞാൻ രക്ഷപ്പെടും. ഞാൻ മാത്രമല്ല, നീയും. സാധ്യമല്ല. ഇങ്ങനൊരു കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. മാണിക്യമംഗലത്തെ സ്വത്തുക്കള് അച്ഛമ്മ എഴുതി വച്ചത് എന്റെ മാത്രം പേരിലല്ല. ഞങ്ങൾ 5 പെണ്ണുങ്ങളുടെ പേരില. കാവേരി വിശ്വനാഥൻ, നന്ദിത ചന്ദ്രദാസ്, മൈഥിലി അജയ് ഘോഷ്, ജനനി ഹരിദാസ്, ആതിര സുനീഷ് കുമാർ. എന്റെ കൂടെയുള്ള ഈ 4 പെണ്ണുങ്ങളെയും ഞാൻ ചതിക്കണമെന്നാണോ ഹരി പറയുന്നത്? ഇതിലെവിടെയാ ചതി? 5 പെണ്ണുങ്ങളുടെ പേരിലാണെങ്കിൽ അച്ഛൻ എന്താ അവരോടൊന്നും പറയാതെ നിന്നോട് മാത്രം ഈ രഹസ്യം തുറന്നു പറഞ്ഞത്? അപ്പോ നിനക്കവരത്രയും പ്രാധാന്യം തരുന്നെന്നർത്ഥം. എന്നിട്ട് അതെന്റേത് മാത്രാണോ? നിന്റേത് മാത്രാക്കാനുള്ള വഴിയാ ഞാൻ പറഞ്ഞത്. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ചത്തുപോയ അച്ഛമ്മ ഇനി തിരിച്ചു വരാനും പോകുന്നില്ല. നീ വിചാരിച്ച ഇത് നിന്റേത് മാത്രമായി മാറും. 1 2 അല്ല, 1500 കോടിയാ കൈ കിട്ടാൻ പോന്നേ. എന്തിനാ വെറുതെ കൺമുന്നിൽ വന്ന് മാടി വിളിക്കുന്ന മഹാലക്ഷ്മിയെ ആട്ടി ഓടിക്കുന്നേ? നമുക്ക് രക്ഷപ്പെടാൻ ദൈവമായിട്ട് കൊണ്ടുവന്ന ഒരു അവസരം ഇത്. അല്ലെങ്കിൽ അച്ഛമ്മയ്ക്ക് അപ്പൊ അങ്ങനെ ഒരു ബുദ്ധി തോന്നുമോ? മാണിക്യമംഗലത്തെ ഏറ്റവും ഇളയ മരുമകളായ നിന്നെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കോ? ഞാൻ ഇതിന്റെ പവർ ഓഫ് അറ്റോർണി മാത്ര. 5 പേരുടെ സൈൻ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടി, സൈനൊക്കെ നമുക്ക് ഉണ്ടാക്കാം. 1500 രൂപയ്ക്ക് വേണ്ടി മനുഷ്യൻ ലോകം കീഴ്മേ മറിക്കുക. പിന്നെ ഒരു 1500 കോടിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഹരി എന്തൊക്കെ പറഞ്ഞാലും ഈ നീതികേടിന് ഞാൻ കൂട്ടു നിൽക്കില്ല. എന്നെ അത്രയ്ക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാ അച്ഛമ്മ ഇത് എന്നെ തന്നെ ഏൽപ്പിച്ചത്. അന്നത് ആരെങ്കിലും അറിഞ്ഞാ കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന അച്ഛമ്മ ഭയന്നു. എടി, ഇപ്പൊ അറിഞ്ഞാലും കുഴപ്പമുണ്ടാവും. അതുകൊണ്ടല്ലേ ഞാൻ അവസരം കാത്തിരിക്കുന്നത്. എത്ര കാലം നീ ഇങ്ങനെ കാത്തിരിക്കും? ഈ ഞെട്ടിക്കുന്ന വാർത്ത ലോകത്തെ അറിയിക്കാൻ കൃത്യമായ കാലാവസ്ഥ ഒരുങ്ങുന്നത് വരെ. ഞങ്ങൾ 5 പെണ്ണുങ്ങളും ഇവിടെ സുരക്ഷിതരാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരുന്നവരെ. അപ്പോഴേക്കും ലോകാവസാനം കഴിഞ്ഞിരിക്കും. അതെന്റെ കുഴപ്പമല്ല. അച്ഛമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് അതെനിക്ക് പാലിച്ചേ പറ്റൂ. നീ എന്നാടി അച്ഛമ്മയെ കണ്ടു തുടങ്ങിയ? ഞങ്ങൾക്കൊന്നുമില്ലാത്ത എന്തു ബന്ധുവാടി നിനക്ക് അവരോടുള്ളത്? അത് പറഞ്ഞാ ഹരിക്ക് മനസ്സിലാവില്ല. കാലമല്ല ബന്ധത്തിന്റെ ഉറപ്പ് തീരുമാനിക്കുന്നത്, ആഴമാ. ഞാനിപ്പോ ഇവിടെ നിൽക്കാൻ കാരണക്കാരി അച്ഛമ്മയാ. നിങ്ങൾ എന്നെ തല്ലി പുറത്താക്കിയപ്പോ എല്ലാം ഉപേക്ഷിച്ച് ഈ നാട് തന്നെ വിട്ടുപോവാൻ തുടങ്ങിയവളാ ഞാൻ. എന്നെ മടക്കി കൊണ്ടുവന്ന് സംരക്ഷിച്ച് കൂടെ നിർത്തിയത് എന്റെ അച്ഛമ്മയാ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അവരെ ചതിക്കാൻ എനിക്ക് പറ്റില്ല.
1500 കോടിയല്ല, ഈ ഭൂമി മുഴുവൻ എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചാലും ഞാൻ അവർ കൊടുത്ത വാക്ക് മാറ്റില്ല. നന്നാവില്ലടി, നീയൊന്നും ഒരു കാലത്തും നന്നാവില്ല. വളർത്തു ദോഷം അല്ലാതെന്താ? നിന്റെ തന്തയില്ലേ, ആദർശ ശിരോമണി വരിക്കോലിൽ സേതുമാധവൻ, അയാൾ ഒറ്റ ഒരാളാ നിന്നെ ഇങ്ങനെ ആക്കിയത്. കൂടെ കുത്തിയിരുന്ന് കുറെ പുസ്തകം പഠിപ്പിച്ചു എന്നല്ലാതെ ജീവിക്കാൻ അയാൾ മോളെ പഠിപ്പിച്ചിട്ടില്ല. ആദർശമല്ല, മനുഷ്യന് ആദ്യം വേണ്ടതേ ആഹാരമാണ്. അത് പറഞ്ഞുതരാൻ അയാൾക്ക് പറ്റാതെ പോയതാ ഇപ്പൊ ഞാനും നീ അനുഭവിക്കുന്ന ഈ ദുരന്തങ്ങൾക്കൊക്കെ കാരണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഇപ്പൊ നിങ്ങളാ. ഈ ലോകം കണ്ട് ഏറ്റവും വലിയ സ്വാർത്ഥം നിങ്ങളാ. എടീ, വിളിച്ചു പറയട്ടെ ലോകത്തോട് മുഴുവൻ ഞാനാ സത്യങ്ങള്? നീ പറഞ്ഞാലേ ആരും വിശ്വസിക്കില്ല. കാരണം കഥയിൽ ഞാൻ വില്ലനല്ല, നായകനാ. നായകൻ? നാണമില്ലേ മനുഷ്യ നിങ്ങക്ക് ആ വാക്കുച്ചരിക്കാൻ? നായകനാവാനുള്ള എന്ത് യോഗ്യതയാ നിങ്ങൾക്കുള്ളത്? മറ്റുള്ളവരെ ചതിക്കുന്നവനും തള്ളി പറയുന്നവനും അല്ല നായകൻ, ചേരി നോക്കാതെ ചേർത്ത് പിടിക്കുന്നവനാ. എന്നാ പിന്നെ വിളിച്ച് പറയടി, ഞാൻ നായകനല്ല, ഉത്തമ വില്ലനാന്ന്. എന്റെ ഏട്ടന്മാര് മാത്രമല്ല, ഏട്ടത്തിമാര് പോലും ഇതൊന്നും വിശ്വസിക്കില്ല. നീയെന്നല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ താഴേക്കിറങ്ങി വന്ന് പറഞ്ഞാലും അവരാരും വിശ്വസിക്കില്ല. വിശ്വസിക്കോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം. എന്നാ പിന്നെ ചെന്ന് പറയടി. നീ പറഞ്ഞാലേ എനിക്കൊരു ചുക്കുമില്ല. ഇനി അഥവാ എൻ്റെ ഏട്ടന്മാരത് വിശ്വസിച്ചാൽ തന്നെ അവരെ എന്നോട് ക്ഷമിക്കും. അവർക്ക് എൻ്റെ അന്നത്തെ മാനസികാവസ്ഥ മനസ്സിലാവും. പക്ഷെ ഈ ജന്മം അവർ നിന്നോട് ക്ഷമിക്കില്ല. കാരണം അത്രയ്ക്ക് ശത്രുത അവർക്ക് നിന്നോടുണ്ട്. പോരാത്തതിന് ആ ശത്രുത ആളിക്കത്തിക്കാനുള്ള വെടിമരുന്നേ ദേ എൻ്റെ കയ്യിലുണ്ട്. നിനക്ക് ചുണയുണ്ടെങ്കിലേ നീ പോയി പറയടി, ഈ ലോകം മുഴുവൻ വിളിച്ചു പറ, ഞാനേ ഒരു അവസരവാദിയാണെന്ന്, ഫ്രോഡാണെന്ന്, കൊലപാതകിയാണെന്ന്. ഇനി നിന്നെ എൻ്റെ കൺമുമ്പിൽ കണ്ട ഞാനേ ഇങ്ങനെ ആവില്ല പെരുമാറുന്നത്. ഈ ജന്മം നീ എൻ്റെ കൺവെട്ടത്ത് വന്നു പോകരുത്. പോടി, എങ്ങോട്ടാന്ന് വെച്ചാ പോയി തൊലയടി. എന്തിനാടി കിടന്ന് മൂങ്ങുന്നേ? നിന്റെ ആരെങ്കിലും ചത്തുപോയോ? ചത്തു നിങ്ങള്, എന്റെ മനസ്സിലുണ്ടായിരുന്ന നിങ്ങള്. ഇനി ഒരിക്കലും പുനർജനിക്കാത്ത വിധം നിങ്ങൾ ചത്തു. പക്ഷെ ഞാൻ ഇനിയും വരെ നിങ്ങളെ തേടി, സ്നേഹിക്കാനല്ല വെറുക്കാൻ. വെറുത്ത് വെറുത്ത് വെറുപ്പിന്റെ ഒടുവില് നിങ്ങളെ ചുട്ടു വെണ്ണീറാക്കാൻ വരും. ജനനി മടങ്ങി വരും. ഈ അപമാനങ്ങൾക്ക് കണക്ക് പറയാൻ, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ ജനനി വരും. വരിക്കോലിൽ സേതുമാധവന്റെ മകൾ ജനനി സേതുമാധവനാ പറയുന്നത്. അങ്ങനെ നിന്റെ മുന്നേ മുട്ടുമടക്കുന്ന ഒരു ദിവസം വന്ന അന്നീ മാണിക്യമംഗലത്ത് ഹരിദാസിന്റെ മരണവാ. മാണിക്യമംഗലത്ത് ചന്ദ്രശേഖരൻ ഉണ്ണിത്താന്റെ മകൻ ഹരിദാസായി പറയുന്നേ. കാണാം കാണാം.